ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സന്നിഹിതരായിരിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. നമ്മുടെ ജോസഫും പോളും നിസിയൊക്കെ നമ്മുടെ മെമ്പേഴ്സാണ്. അവർ ഇവിടെ ആയിരിക്കാൻ കഴിയുന്നില്ല. ഈ ദിവസങ്ങളിൽ ഈ അവധി സമയത്ത് അവർക്ക് നമ്മളോടൊപ്പം ആയിരിക്കാൻ ഇടയായതോർത്ത് സ്തോത്രം ചെയ്യുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു. അവരെ ഓർത്തും പ്രാർത്ഥിക്കണം. അനുഗ്രഹിക്കട്ടെ. ഭാവി അവർക്ക് ലഭിക്കേണ്ടതിന് വേണ്ടി ജോലി കാര്യങ്ങളിൽ ഉന്നതമായ നിലവാരത്തിലേക്ക് വരേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുക. പോളാണെങ്കിലും എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് അവന് ക്യാമ്പസ് സെലക്ഷൻ കിട്ടിയാണ് അവിടെ പോയിരിക്കുന്നത്. ഞാനിവിടെ റോബോട്ടിനെ കുറിച്ചൊക്കെ പറയാറുണ്ട്. അതൊക്കെ അവനും ഉണ്ടാക്കുന്നവനാണ്. അപ്പോൾ നമ്മൾ വെളിപ്പാട് പുസ്തകമൊക്കെ പഠിക്കുമ്പോൾ ഇവിടെ ഈ കാര്യങ്ങൾ നമ്മുടെ സഭയിൽ തന്നെയുള്ള ആളുകളും ഇതൊക്കെ ചെയ്യുന്നുണ്ട്. അത് നമ്മൾ അറിയണം. എല്ലാവരെയും ഓർത്ത് സ്തോത്രം ചെയ്യുകയും പരമാവധി ആളുകൾ നമ്മുടെ മീറ്റിംഗ് കടന്നു വരുന്ന അനുഗ്രഹകരമാണ്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകമാണ് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായം 7-8 വായിച്ചത്. അതിൻ്റെ 8-ാമത്തെ വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് എഴുതിയിരിക്കുന്ന ഒരു ഭാഗമുണ്ട്. ലോകസ്ഥാപനം മുതൽ ജീവപുസ്തകത്തിൽ എഴുതാതിരിക്കുന്ന ഭൂവാസികൾ കണ്ട് അതിശയിക്കും. ലോകസ്ഥാപനം മുതൽ ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്തവർ. നമ്മൾ ചില മർമ്മങ്ങൾ, ചില പോയിന്റുകൾ ഒന്ന് മനസ്സിലാക്കണം. വെളിപ്പാട് പുസ്തകം പഠിക്കുമ്പോൾ മനസ്സിലാകാത്ത പല കാര്യങ്ങളും വരും. അപ്പൊ ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവരെയും തീപ്പൊയ്കയിൽ തള്ളിയിടുമെന്ന് ദൈവത്തിന്റെ വചനം പറയുക. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവരെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. അപ്പോ ഇവിടെ എഴുതിയിരിക്കുകയാണ്, ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഭൂവാസികൾ കണ്ട് ഇതിനെ അതിശയിക്കും. എന്ന് വെച്ചാ ഇവര് നരകത്തിലേക്ക് പോകാനുള്ളവരാണ്. ഈ നരകത്തിലേക്ക് പോകാനുള്ളവര് എതിർക്രിസ്തുവിന്റെയും കള്ളപ്രവാചകന്റെയും പ്രവർത്തനമൊക്കെ കാണുമ്പോൾ അവർക്ക് അതെന്താണ് അതിശയമായിട്ട് തോന്നും. എന്നാൽ ദൈവമക്കൾ ആ ഗണത്തിൽ പെടത്തില്ല കേട്ടോ. ദൈവമക്കള് എന്താണ് ലോകസ്ഥാപനം മുതലല്ല ദൈവമക്കളുടെ പേര്. ദൈവമക്കളുടെ സഭാംഗങ്ങൾ ലോകസ്ഥാപനത്തിന് മുമ്പേ നിയമിക്കപ്പെട്ടവരാ. മനസ്സിലായോ? ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്തവര് ഈ ലോകത്തിലെ ആളുകള് ഈ ലോകസ്ഥാപനം മുതലുള്ളവരാ. കാരണം ലോകസ്ഥാപനം ദൈവമക്കള് ദൈവസഭയുടെ അംഗങ്ങൾ എന്ന് പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ലോകസ്ഥാപനത്തിന് മുമ്പ് എഴുതപ്പെട്ടവരാണ്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ നമ്മൾ പെന്തക്കോസ്ത് വരുമെന്ന് ആരെങ്കിലും ഓർത്തതാണോ? പക്ഷെ ലോകസ്ഥാപനത്തിന് മുമ്പ് നമ്മുടെ പേര് എവിടെ ഉണ്ട്? ദൈവത്തിന്റെ പുസ്തകത്തിൽ ഉള്ളത് കൊണ്ട് നമ്മളെ കാലാകാലങ്ങളിൽ സമയത്ത് ദൈവം എന്ത് ചെയ്തു? വേർതിരിച്ചു. മനസ്സിലാക്കണം. എനിക്ക് ഒരിടത്തൊരു ബൈബിൾ ക്ലാസ് എടുക്കാൻ ഒരു അവസരം വന്നിട്ടുണ്ട് വലിയൊരു സെന്ററിൽ. നിങ്ങളോട് പ്രാർത്ഥിക്കണം. കാരണം അപ്പോയിന്റ്മെന്റ് ആയിരിക്കുവാണ്. അപ്പം ഇത് നമ്മൾ പറയുന്ന കാര്യം മനസ്സിലാകേണ്ട ആളുകൾക്ക്. ചിലയിടത്ത് നമുക്ക് പ്രസംഗിക്കാൻ ചെന്നാൽ പ്രസംഗിക്കുന്നവനും മനസ്സിലാകുകയില്ല, കേൾക്കുന്ന നമുക്കും മനസ്സിലാകുകയില്ല, ക്ലാസ്സും ഒന്നും മനസ്സിലാകത്തില്ല. അപ്പോൾ അതൊന്ന് എടുക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി കൂടെ നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണം. കാരണം ഇങ്ങനെ നമ്മുടെ സഭകളിൽ നമ്മൾ ക്ലാസ് എടുക്കുന്ന അല്ലാതെ പുറത്തു പോയി എടുക്കാറില്ല. അപ്പൊ പുറത്തു പോയി എടുക്കുമ്പോൾ അതിൻ്റെതായ കാര്യങ്ങളുണ്ട്. നിങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കണം. അപ്പൊ എന്താണേലും കുറച്ചേ പറഞ്ഞുള്ളേലും അതെന്ത് ചെയ്യണം? മനസ്സിലാകണം. അപ്പൊ നമ്മള് ദൈവമക്കൾ ലോകസ്ഥാപനത്തിന് മുമ്പ് ദൈവത്തിന്റെ ദൃഷ്ടിയിലും ദൈവത്തിന്റെ പ്ലാനിലും നമ്മൾ മുൻനിയമിക്കപ്പെട്ടവരാ. ഒന്ന് സ്തോത്രം ചെയ്യാമോ? കാരണം ആ മുൻനിർണയം കാരണമാണ് നമ്മൾ എന്ത് ചെയ്തത്? രക്ഷിക്കപ്പെട്ടത്. അല്ലെ നമ്മൾ പെന്തക്കോസ്തിലോട്ട് വരത്തില്ല, ഈ അനുഭവത്തിലേക്ക് വരത്തില്ല. അപ്പൊ ദൈവത്തിനൊരു പ്ലാൻ ഉണ്ടെങ്കിൽ അത് എങ്ങനെയാണ് നമ്മൾ വരേണ്ടതെന്നുള്ളത് ദൈവത്തിന്റെ ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശത്തിൽ കൂടെ നമ്മളെ എന്ത് ചെയ്യും? ദൈവം ഇങ്ങനെ കൊണ്ടുവരും. സ്തോത്രം. വായിക്കാം. എഫേസ്യ ലേഖനം 1:4 നമ്മൾ വായിക്കുമ്പോൾ സ്തോത്രം. എഫേസ്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, ലോകസ്ഥാപനത്തിന് മുമ്പേ 1:4 നാം അവന്റെ സന്നിധിയിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന്. ഒന്ന് ശ്രദ്ധിച്ചേ. നാം അവന്റെ സന്നിധിയിൽ ആരായിരിക്കണം? പരിശുദ്ധരായിരിക്കണം. അതിനുള്ളിലുള്ള അശുദ്ധി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ മാറ്റണം. അതിനുള്ളിലുള്ള അശുദ്ധിയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? മാറ്റണം. അശുദ്ധി മാറ്റിയേ പറ്റത്തുള്ളൂ.
ദൈവസഭയിലെ അംഗങ്ങൾ അശുദ്ധി മാറ്റിയേ പറ്റത്തുള്ളൂ. സ്തോത്രം. നാം എന്താണെന്ന് പറഞ്ഞ വായിച്ചു. നാം അവന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും വിശുദ്ധരും പിന്നെന്തായിരിക്കണം? നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്ന? നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും നമ്മെ എന്ത് ചെയ്തിരിക്കുന്ന? വായിച്ച് നമ്മൾ അതവിടെ കിടക്കട്ടെ, അത് പോട്ടെ. ലോകസ്ഥാപനത്തിന് മുമ്പേ ഒന്ന് വായിച്ച്. ഇതൊക്കെ കേൾക്കുമ്പോഴാണ് നമ്മൾ സ്തോത്രം പറയുന്നത്. ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും ഇത് ആശ്ചര്യപ്പെട്ടവരാരാ? ലോകസ്ഥാപനത്തിന് ശേഷം ആണ്. നമ്മളെന്ന് പറയുമ്പോൾ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും തിരുഹിതത്തിന്റെ പ്രസാദപ്രകാരം യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന് അവൻ പ്രിയനായവനിൽ നമുക്ക് സൗജന്യമായി നൽകിയ തന്റെ കൃപാമഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നാം മുൻ നിയമിക്കുകയും ചെയ്തുവല്ലോ. സ്നേഹത്തിൽ നാം എന്ത് ചെയ്തിരിക്കുന്നു? മുൻ നിയമിക്കുകയും ചെയ്തിരിക്കുന്നുവല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തവരാ? മുൻ നിയമിച്ചവരാ. നമ്മൾ ചിലർക്ക് വേണ്ടി ഒത്തിരി പ്രാർത്ഥിക്കും. അവർ വരണമെന്നൊക്കെ നമുക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ വരത്തില്ല. എന്താ കാരണം എന്നറിയാമോ? മുൻനിർണയം ഇല്ല. ഇതിലാണ് ഒരു വിരോധാഭാസം. നിങ്ങൾ ശ്രദ്ധിച്ചു വേണേ. ഒരു വിരോധാഭാസം എന്താന്ന് ചോദിച്ചാൽ നമ്മൾ പറയും നമ്മുടെ മിടുക്കുകൊണ്ടാണ് ആളുകൾ രക്ഷിക്കപ്പെട്ടതെന്ന് പറയും. പാസ്റ്റർമാരൊക്കെ വീമ്പിളക്കും. എന്നാന്ന് ചോദിച്ചാൽ ഞാൻ പോയി എവിടെ പ്രവർത്തിച്ചു, ഇത്ര ആളുകൾ രക്ഷിക്കപ്പെട്ടു. സ്തോത്രം. സത്യത്തില് അവർ പോയെന്നുള്ളത് ശരിയാണേലും പ്രവർത്തിച്ചെന്നുള്ളത് ശരിയാണേലും ദൈവത്തിന് ഒരു മുൻനിർണയം ഉണ്ടായിരുന്നത് കൊണ്ടാണ് അവരെന്ത് ചെയ്തത്? വന്നത്. ഇല്ലെങ്കിൽ ഒരിക്കലും പാസ്റ്ററും എടുക്കല്ല കേട്ടോ. നമ്മളൊന്നുമല്ല. ഇപ്പൊ ഇവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക ഞാൻ ഈ മൈക്രോഫോണിന് എന്റെ സൗണ്ട് അങ്ങ് നിർത്താനുള്ള കാര്യമുള്ളൂ. ഇതിനകത്ത് വലിയ റോളൊന്നുമില്ല മൈക്രോഫോണിന്. സ്വന്തമായ പ്ലാൻ ഒന്നുമില്ല. നമ്മളും മൈക്രോഫോൺ പോലെയാ. ദൈവം പറയുന്ന കാര്യങ്ങൾ നമ്മളെ കൊണ്ടൊന്ന് പറയിപ്പിക്കുന്നതേ ഉള്ളൂ. ഇതിന്റെ മുൻനിർണയം ആരാണെന്ന് ചോദിച്ചാൽ ദൈവമാണ്. സ്തോത്രം. അപ്പൊ ആ മുൻനിർണയം നമ്മൾ മനസ്സിലാക്കണം. മുൻനിർണയം ഇല്ലാത്തവരാരും നിൽക്കത്തില്ല. ചിലര് വന്നാലും പിന്നെ എന്ത് ചെയ്ത് കുറ്റിയും പറിച്ച് തിരിച്ചു പോകും. കാരണം അവൻ മുൻനിർണയത്തിൽ പെട്ടിട്ടില്ല. മുൻനിർണയത്തിൽ പെടാത്ത കൊണ്ട് അവൻ എന്ത് ചെയ്യും? പോകും. സ്തോത്രം. അപ്പൊ നമ്മളത് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് നമ്മൾ ദൈവത്തെ സ്തുതിക്കേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ വചനം പറയുന്നത്, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം. കൃപയാലാണ്. ദൈവത്തിന്റെ കൃപ. സ്തോത്രം. കൃപ എന്ന് പറയുമ്പോൾ തന്നെ ഒരു അനുഗ്രഹമല്ലേ? നമ്മൾ വിചാരിക്കണം കൃപ എന്ന് ആർത്തുകൊണ്ട് അവരെന്ത് ചെയ്യും? ആണിക്കല്ല് കയറ്റുമെന്നാ പറഞ്ഞത്. കൃപ എന്ന് ആർത്തുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ചെയ്താന്ന് പറഞ്ഞാൽ സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ കൃപയാ. നമ്മുടെ വീട്ടിൽ എന്ത് നടന്നാലും ദൈവത്തിന്റെ കൃപയാ. നമ്മുടെ വീട്ടിൽ നമുക്കൊരു വാഹനം ലഭിച്ചാൽ അത് ദൈവത്തിന്റെ കൃപയാ. നമ്മുടെ രവീന്ദ്രൻ പേറിന്റെ വീട് ഇപ്പം ചെന്ന് കണ്ടാൽ നല്ല ഭംഗിയാ കേട്ടോ. അദ്ദേഹം തന്നെ വൈറ്റ് സിമെന്റ് ഒക്കെ അടിച്ചിട്ട് നമ്മളെ വിളിക്കും. അവിടെ ഒരു പ്രാർത്ഥനയും വരുന്നുണ്ട്. അടുത്ത ദിവസങ്ങളിൽ വരും. ഇത് തീരുമ്പോഴത്തേക്ക് ലിസ്റ്റ് അവിടെ ഉണ്ട്, ലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. അപ്പം ഇതെല്ലാം ദൈവത്തിന്റെ ഒരു കൃപയാ. നമുക്ക് ഈ ഹോൾ ഉണ്ടായത് ദൈവത്തിന്റെ കൃപയാ. സ്തോത്രം. ആദ്യം നമ്മള് അപ്പുറത്തെ മോളിലാണ് പോയി ഷീറ്റ് ഇട്ടത്. പുള്ളിക്കാശ്ശേരി ജോയി ഞാനും കൂടെ ആണ് അവരെ കാണാൻ പോയത്, മോഹനെ കാണാൻ പോയത്. ഷീറ്റ് ഇടാനൊക്കെ പറഞ്ഞ് മുകളിൽ പ്രാർത്ഥന തുടങ്ങി. ഇപ്പൊ ഇത്രത്തോളം വിശാലതയിലേക്ക് വന്നു. ഇനിയും വിശാലതയിലേക്ക് വരും, തുടർന്നും വരും. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ. എല്ലാം എന്താണ്? ദൈവത്തിന്റെ കൃപയാണ്. പഠിക്കാൻ കിട്ടിയെന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ കൃപയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ രണ്ടുപേരും എഞ്ചിനീയറിംഗ് പഠിക്കുക, അതും ദൈവത്തിന്റെ കൃപയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ ദാനമാണ് നമ്മുടെ ഓരോരുത്തരെയും. സ്തോത്രം. 17:9 വന്ന 9 മുതലുള്ള വാക്യങ്ങൾ. ഇവിടെ ജ്ഞാനബുദ്ധിയുണ്ട്, തല 7 സ്ത്രീ ഇരിക്കുന്ന 7 മലയാകുന്നു. വളരെ ശ്രദ്ധിക്കണമേ, ശ്രദ്ധിച്ചു കേൾക്കണം. 9 മുതൽ 17:9 മുതൽ. ഇവിടെ ജ്ഞാനബുദ്ധിയുണ്ട്. ഇവിടെ ഇനിയും പറയുന്ന കാര്യങ്ങൾ ജ്ഞാനത്തിന്റെ ആവശ്യമുണ്ടെന്ന്. കാരണം അതങ്ങ് പച്ചയായിട്ട് പറഞ്ഞാൽ അതൊന്ന് വിവേചിച്ച് മനസ്സിലാക്കിയാലേ മനസ്സിലാവുള്ളൂ എഴുതിയ കാര്യം. കാരണം ആലങ്കാരികമായ ചില കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതെന്താണെന്ന് നിങ്ങൾ ജ്ഞാനത്തോടെയും ലോക സംഭവങ്ങളെയും കൂടെ മനസ്സിലാക്കി പോണമെന്ന്. വായിച്ചോ.
ഇവിടെ ജ്ഞാനബുദ്ധിയുണ്ട്. തല 7 സ്ത്രീ ഇരിക്കുന്ന 7 മലയാകുന്നു. അവ 7 രാജാക്കന്മാരുമാകുന്നു. 5 പേർ വീണുപോയി, ഒരുത്തനുണ്ട്, മറ്റവൻ ഇതുവരെ വന്നിട്ടില്ല. നമ്മൾ മനസ്സിലാക്കണം, 5 സാമ്രാജ്യങ്ങൾ ഉണ്ടായിരുന്നു. മേദ്യ പാഴ്സ, ബാബിലോണ്, റോമ, അങ്ങനെയൊക്കെ പറയുന്ന സാമ്രാജ്യങ്ങളെ കുറിച്ചാണ് അതിനെക്കുറിച്ച് പറയുന്നത്. ഇവിടെ 7 മലകളാൽ നിറയപ്പെട്ടിരിക്കുന്ന ജ്ഞാനം വേണമെന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം അത് റോമ നഗരമാണ്. നമ്മൾ ശ്രദ്ധിക്കണം, റോമ നഗരമാണ് ഈ 7 മലകൾക്കുള്ളിൽ നിൽക്കുന്ന സ്ഥലം. ഈ നഗരം എന്ന് പറയുന്ന വത്തിക്കാൻ സിറ്റിയാണ്. കാരണം അതുകൊണ്ടാണ് പറഞ്ഞേക്കുന്നത്. അതിൽ കൂടുതൽ എനിക്ക് അങ്ങ് പറയാൻ പറ്റത്തില്ല, കാരണം ഇത് ലൈവ് പോകുന്നതല്ലേ. ഈ നഗരം വത്തിക്കാനാണ്. ഭൂരാജാക്കന്മാരുടെ മേൽ അധികാരം നടത്താൻ കഴിവുള്ള ഒരു ഭരണാധികാരി അവിടെ ഉണ്ട്. വത്തിക്കാൻ എന്ന് പറയുന്നത് 108 ഏക്കർ സ്ഥലമേ 108 ഏക്കർ സ്ഥലമേ ഉള്ളൂ. 108 ഏക്കർ സ്ഥലം. അവർക്ക് സ്വയംഭരണമുണ്ട്. അതിൻ്റെ ഒരു നേതാവുണ്ട്. അതിൻ്റെ നേതാവ് പോപ്പാണ്. അവർക്ക് സ്വയംഭരണമായ എല്ലാ കാര്യങ്ങളും ഉണ്ട്. അവരുടെ അംബാസഡർ പല രാജ്യങ്ങളിലുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, എന്താ പറയുക, അതാ പറയുന്നത്, ജ്ഞാനം വേണം. ഇത് ചിന്തിക്കണേ, എന്ത് വേണം? ജ്ഞാനം വേണം. ഇതൊരു വലിയ പദ്ധതിയാണ് കേട്ടോ. കാരണം എക്യൂമനിസം, കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ കൊല്ലത്തെ SNDPയുടെ ഗുരുക്കന്മാരും എല്ലാവരും അവിടെ ചെന്ന് അദ്ദേഹത്തിൻ്റെ കീഴിൽ എക്യൂമനിസത്തിന് വേണ്ടി അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുക. സഭകളെല്ലാം എക്യൂമനിസം നല്ലതാ കേട്ടോ. ഇവിടെ പെന്തുക്കോസുകാരൊന്നിച്ചു കൂടുന്നില്ല. ഒരു സഭയിലുള്ള വിശ്വാസി ഒന്നിച്ചൊരു ഐക്യമായിട്ടൊരു കാര്യത്തിന് കൂടുകയല്ല. പിന്നെ എന്ത് എക്യൂമനിസം എന്നാ പറയുന്നത്? അപ്പം ഇവിടെ എക്യൂമനിസത്തിന് വേണ്ടി എല്ലാം കൂടെ ഒന്നിച്ച് നിൽക്കുകയെന്ന് പറഞ്ഞതിന്റെ അർത്ഥം അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക. സ്തോത്രം. പിന്നെ സ്തോത്രം, നമ്മൾ ശ്രദ്ധിക്കണം. താഴോട്ട് വായിച്ചോളെ. അവ 7 രാജാക്കന്മാരുമാകുന്നു. 5 പേർ വീണുപോയി, ഒരുത്തനുണ്ട്, മറ്റവൻ ഇതുവരെ വന്നിട്ടില്ല. 5 പേർ വീണ്. പല സാമ്രാജ്യങ്ങൾ അന്നുണ്ടായിരുന്നു. എല്ലാം വീണ് പോയി. അലക്സാണ്ടറെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അവരെല്ലാം പോയി. അപ്പൊ ഇദ്ദേഹം ഇത് എഴുതുന്ന സമയത്ത് ഡൊമിനേഷൻ ആയിരുന്നു ചക്രവർത്തി എന്നാണ് പറയപ്പെടുന്നത്. ഡൊമിനേഷൻ രാജാവാണ് ചക്രവർത്തി എന്നാണ് പറയപ്പെടുന്നത്. അതിനുശേഷം താഴോട്ട് വായിച്ചു. വന്നാൽ പിന്നെ അവൻ കുറഞ്ഞോന്ന് ഇരിക്കേണ്ടതാകുന്നു. ഉണ്ടായിരുന്നതും ഇല്ലാത്തതുമായ മൃഗം 8-മത്തവനും 7-വരിൽ ഉൾപ്പെട്ടവനും തന്നെ. അവൻ നാശത്തിലേക്ക് പോകുന്നു. നീ കണ്ട 10 കൊമ്പ് 10 രാജാക്കന്മാർ. ഇവൻ നാശത്തിലേക്ക് പോകുന്നു. ഈ വെളിപ്പാട് പുസ്തകവും ദാനിയേൽ പ്രവചനവും കൂടെ ചേർത്ത് പഠിക്കേണ്ട പുസ്തകമാണ്. അതുകൊണ്ടാണ് പുസ്തകം മേടിക്കുമ്പോൾ വെളിപ്പാട് പുസ്തകവും ദാനിയേലിന്റെ വ്യാഖ്യാനവും തമ്മിൽ വരുന്നത്. എൻ്റെ ഒരു ചിന്തയിൽ ഇത് ദാനിയേലിനെ വെളിപ്പെടുത്തി കൊടുക്കാൻ കാരണം, ദാനിയേല് പഴയ നിയമത്തിലെ ദൈവത്തിന് ഏറ്റവും പ്രിയ പുരുഷനായിരുന്നു. സംശയമുണ്ടോ? ഗബ്രിയേൽ എന്ന് പറയാ, ഏറ്റവും പ്രിയ പുരുഷനായ ദാനിയേല് ബലപ്പെട്ടിരിക്കുക. വേറെ ആരോടെങ്കിലും അങ്ങനെ ഏറ്റവും പ്രിയ പുരുഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടോ? നമ്മളെല്ലാം ഒന്നിച്ച് പഠിക്കുമല്ലേ. ഏറ്റവും പ്രിയ പുരുഷനായ ദാനിയേല് എന്ന് പഴയ നിയമത്തിൽ വിളിച്ചിട്ടുള്ളത് അബ്രഹാം സ്നേഹിതനാണ്, ദാവീദ് ഹൃദയപ്രകാരമുള്ള മനുഷ്യനാണ്, ശലോമോൻ ജ്ഞാനിയായ മനുഷ്യനാണ്, ഏലിയാവ് വലിയ വീര്യപ്രവൃത്തി ചെയ്തവനാണ്, ഏലീശ ചെയ്തതാണ്, യെശയ്യാവ് അടയാളം ചെയ്തതാണ്. ഇവരൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ദാനിയേൽ അടയാളം ഒന്നും ചെയ്തതായിട്ട് അവിടെ എന്ത് ചെയ്തിട്ടില്ല. ദാനിയേല് അടയാളവും അത്ഭുതവും ഒന്നും ചെയ്തിട്ടില്ല. ദാനിയേൽ അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടിട്ടേ ഉള്ളൂ. സിംഹക്കുഴിയിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്. സ്തോത്രം. രാജാവിന്റെ അവിടെ പിടിച്ചുകൊണ്ടുപോയ പ്രവാസികൾ അഥവാ അടിമകളില് ഒരുവനായിരുന്നു ദാനിയേല്. പക്ഷെ ദാനിയേലിൽ ഒരു തീരുമാനം ഉണ്ടായിരുന്നു, തന്നെത്താൻ ഞാൻ എന്ത് ചെയ്യല, അശുദ്ധനാക്കുകയല്ലെന്ന്. നമ്മൾ ബൈബിൾ ക്ലാസ് ആണെങ്കിലും ഇടയ്ക്ക് ദൂതുകളൊക്കെ അതിനകത്ത് വരും കേട്ടോ. തന്നെത്താൻ അശുദ്ധനാക്കുകയല്ലെന്നുള്ളൊരു തീരുമാനം ദാനിയേലിനുണ്ടായിരുന്നു. തന്നെത്താൻ അശുദ്ധനാക്കുകയല്ലെന്നുള്ള കാര്യം. ചില നമ്മുടെ വിശ്വാസികളുണ്ട്, അവർക്കൊരു ശകലം കാലിപ്പോലെ ഇല്ലെങ്കിൽ ഭയങ്കര വിഷമമാണ്. വടക്കം പോലെയുണ്ട്, കാലിപ്പോലെയുണ്ട്. അപ്പൊ ഈ പോലെയുടെ ഞെട്ട് ശകലം അകത്ത് എന്നില്ലെങ്കിൽ അവർക്കൊരു പ്രയാസമാണ്. ഞാൻ പറയുന്നില്ല, പറഞ്ഞാൽ പല കാര്യങ്ങളുണ്ട്. ഞാനും അതിനകത്ത് പ്രതിയാവും. എന്ന് വെച്ചാൽ നമ്മൾ അതിനകത്ത് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോ എന്നാന്ന് ചോദിച്ചാൽ, നമ്മളെ അശുദ്ധമാക്കുന്ന ചിലത് നമ്മുടെ ഇതിലേക്ക് എന്ത് വരും. ചിലർക്ക് ഒരു കുഴപ്പവുമില്ല, ശകലം മൂക്കിപ്പൊടി വലിക്കണമെന്ന് ചിന്തയുള്ളവരുണ്ട്.
സകലം എന്തുവാ? മൂക്കിപ്പൊടി വലിക്കണമെന്നുള്ളവരുണ്ട്. സത്യത്തിൽ അശുദ്ധമാകുകയല്ലേ? അശുദ്ധമായതൊന്നും എന്ത് ചെയ്യരുതെന്നാ പറഞ്ഞേ? തൊടരുത്. അതിൽ നിന്ന് എന്ത് ചെയ്യണം? അകന്നിരിക്കണം. അശുദ്ധമായത് തൊടരുത്. അശുദ്ധമായ കാര്യങ്ങൾ നമ്മൾ ഒഴിഞ്ഞിരിക്കണം. അശുദ്ധമായ കാര്യങ്ങൾ നമ്മുടെ ഇടയിൽ വരും. അന്യദേവന്റെ നാമം എന്ത് ചെയ്യരുത്? നമ്മൾ എടുക്കരുതെന്ന് ദൈവത്തിന്റെ വചനം പറയുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ TV-യിലോ റേഡിയോയിലോ അതുപോലുള്ള പാട്ടുകൾ വരുമ്പോഴാണ് നമ്മൾ ഓഫ് ചെയ്യണം. കാരണം നമ്മുടെ വീട്ടിൽ നിന്ന് ജയത്തിന്റെയും ഉല്ലാസത്തിന്റെയും ഘോഷം വേണം വരാൻ. ഹല്ലേലൂയ. നമ്മുടെ വീട്ടിൽ നിന്ന് എന്ത് വേണം? ജയത്തിന്റെയും ഉല്ലാസത്തിന്റെയും ഘോഷം. മമ്മൂട്ടിയുടെ ഗുസ്തിയുടെ സീനാണ് ഇത് കിടക്കുന്നെങ്കിൽ, TV കിടക്കുന്നെങ്കിൽ, പുറത്തുനിന്ന് വരുന്ന ആളുകൾക്ക് ബും ബും എന്നുള്ള ഒച്ച കേൾക്കാം. എന്ന് വെച്ചാ അതെന്തോ ഇടിയാ. അപ്പം ഇടി കാണുമ്പോൾ നമുക്കും ഭയങ്കര രസമാണ്. നമുക്ക് ഇടിച്ചില്ലേലും കാലൊക്കെ പോകും, പന്ത് കളിക്കുമ്പോൾ ഉണ്ടാകുന്ന ഫീലിംഗ് പോലെ. സത്യത്തിൽ നമ്മൾ ഒന്ന് വളരെ ശ്രദ്ധിക്കണം. സ്തോത്രം. നമ്മുടെ വീടുകളിൽ നിന്ന് ഉയരുന്ന സൗണ്ട് എന്ത് ചെയ്യണം? ഉയരുന്ന സൗണ്ട് ദൈവത്തിന്റെ മഹത്വമുള്ളതായിരിക്കണം. ഇപ്പൊ രാവിലെ ഇവിടുന്ന് ഈ പാട്ട് വെക്കുന്ന ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്നാന്ന് ചോദിച്ചാൽ രാവിലെ നല്ല പാട്ട് കേൾക്കുമ്പോൾ രസമാണ്. കഴിഞ്ഞ ദിവസം ഞാൻ പാട്ട് കേട്ടപ്പോൾ വിചാരിച്ച് നാട്ടുകാർ പ്രശ്നം ഉണ്ടാക്കുമെന്ന്. കാരണം സമയാന്തരത്തിൽ നിന്നുള്ള പാട്ടോട് രാവിലെ കേട്ടായിരുന്നു. അപ്പൊ നല്ല കാര്യമാണ്. സമയാന്തരത്തിൽ നിന്നുള്ള പാട്ടെന്ന് പറഞ്ഞാൽ നല്ല കാര്യമല്ലേ? സ്തോത്രം. അപ്പൊ നമ്മുടെ വീട്ടിൽ നിന്ന് പറ്റുമെങ്കിൽ ദൈവിക കാര്യങ്ങളുടെ പാട്ടുകൾ വെക്കുക. പുറത്തോട്ട് പോട്ട് ഒരു ബോക്സ് ഒക്കെ മേടിച്ച് വെക്കുക. നാട്ടുകാർക്ക് പ്രയാസം ഇല്ലെങ്കിൽ അതൊരു അനുഗ്രഹിക്കപ്പെടുന്ന ഒരു മാർഗമാണ് കേട്ടോ. ഈ ദാവീദ് എൻ്റെ ഒരു ചിന്ത, ദാവീദിനെ അപ്പനും അമ്മയും ഉപേക്ഷിച്ചെന്നാ പറഞ്ഞേ. ദാവീദ് തന്നെ പറഞ്ഞ 27-ാം സങ്കീർത്തനത്തിലല്ലേ, എൻ്റെ അപ്പനും അമ്മയും എന്നെ എന്ത് ചെയ്തിരിക്കുന്നു? ഉപേക്ഷിച്ചിരിക്കുന്നു. ദാവീദ് ബോഷ്ക്ക് പറയുകയല്ല. അപ്പനും അമ്മയെ ഉപേക്ഷിച്ചവന് ആടിനെ തീറ്റ പോയ അവൻ ആരെ കാണാനാ വീട്ടിലേക്ക് വരേണ്ടത്? ആർക്കും വലിയ മൈൻഡൊന്നുമില്ല. ഈ ആടിനെ ഒക്കെ തീറ്റ് ഇങ്ങനെ പോവുക. ആടിനെ വെള്ളവും കുടിപ്പിച്ച് അവൻ അവിടെ എവിടെയെങ്കിലും മരത്തിന്റെ തണലിലോ ടെന്റിനകത്തോ അല്ലെ അതിനെ കിടക്കാൻ സംവിധാനം കാണും. അങ്ങനെ കിടക്കുക. അപ്പൊ അവന്റെ മെയിൻ ജോലി എന്താന്ന് ചോദിച്ചാൽ അവന്റെ കിന്നരമുണ്ട്. ആടിനെ തീറ്റ വിട്ടേച്ച് അവൻ എന്ത് ചെയ്യും? അവന്റെ കിന്നരം എടുത്ത് ഞാൻ എല്ലായ്പ്പോഴും യഹോവയെ വാഴ്ത്തും എന്നുള്ള പാട്ടുകൾ അവന്റെ കിന്നരത്തിൽ നിന്ന് വരുന്നത്. സ്തോത്രം. ഈ പാട്ട് എത്ര നാൾ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് കേട്ടാൽ ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കാതിരിക്കും? ഹല്ലേലൂയ. നമ്മൾ ശ്രദ്ധിക്കണം. അതുകൊണ്ട് തന്നെയാണ് ശമൂവേല് വരുമ്പോ പറഞ്ഞ ഇനി ഒരുത്തനുണ്ട്, അവൻ വന്നിട്ടല്ലാതെ ഞാൻ എന്ത് ചെയ്യല, പന്തിക്കിരിക്കത്തില്ലെന്ന് പറഞ്ഞത്. അപ്പൊ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നത് നമ്മൾ ചെയ്യണം. ദാനിയേൽ പറഞ്ഞു തന്നെത്താൻ അശുദ്ധനാക്കുകയല്ലെന്ന് അവൻ തന്നെ ഒരു തീരുമാനമെടുത്തു. ഇന്ന് രാത്രിയിൽ അതൊരു ദൂതായിട്ട് നമ്മൾ പോകണം. ഞാൻ തന്നെത്താൻ അശുദ്ധനാക്കുകയല്ല എന്നുള്ളൊരു ദൂത് നമ്മളൊന്ന് ഏറ്റെടുക്കണം. നമ്മൾ തന്നെത്താൻ അശുദ്ധമാകുന്ന ഏതെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതിൽ നിന്ന് നമ്മൾ ഒഴിഞ്ഞു നിൽക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മദ്യപാനി ദൈവരാജ്യം അവകാശമാക്കിയല്ലെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നത്. അപ്പൊ എൻ്റെ ഭാഷയെ പറഞ്ഞാൽ കള്ളപ്പം ഉണ്ടാക്കാൻ പോലും മദ്യം നമ്മുടെ വീട്ടിൽ മേടിക്കരുതെന്നുള്ള എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം ആരും ആമയും പറഞ്ഞില്ലല്ലോ. അപ്പൊ എൻ്റെ അഭിപ്രായം കള്ളപ്പം മേടിക്കാൻ പോലും കള്ളപ്പം ഉണ്ടാക്കാൻ പോലും കള്ള് നമ്മുടെ വീട്ടിൽ മേടിച്ചോണ്ട് വരരുതെന്നാണ് എൻ്റെ അഭിപ്രായം. എന്താ കാര്യം എന്ന് ചോദിച്ചാൽ ഈ കള്ളിനൊരു പ്രത്യേക മണമുണ്ട്. നമ്മൾ ഇച്ചിരി നേരം തുറന്നു വെക്കാമെങ്കിൽ സകല നെസറും സകല ഈച്ചയുണ്ടല്ലോ, വലിയ മറ്റേ ഈച്ചയെല്ലാം നമ്മളൊക്കെ മാട്ടമൊക്കെ കണ്ടിട്ടുണ്ട്, ഉപയോഗിച്ചിട്ടുണ്ട്, നമുക്കിത് അറിയാമല്ലോ. സകല ലവലാതിയും എന്ത് വരും? ഈ മാട്ടത്തിനകത്ത് അട്ട വരെ എന്ന് കയറാറുണ്ട്. പണ്ടത്തെ കാലത്ത് ഇപ്പോഴത്തെ രീതിയിലല്ലേ എത്തുന്നത്, വെറും ഓല അങ്ങ് കെട്ടി തൂക്കുകയുള്ളൂ. അതിനകത്ത് സ്ഥലമുണ്ട്. ഈ മാട്ടത്തിന്റെ അകത്ത്, ആ കലത്തിനകത്ത് സ്ഥലമുണ്ട്. ഇതിനകത്ത് ഇതെല്ലാം ചേരും. എന്നിട്ട് അവരങ്ങ് അരിച്ചെടുക്കും എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ ഇതിന്റെ വീര്യം എല്ലാം കൂടാണ്, എല്ലാത്തിന്റെയും വീര്യം അതിനകത്ത് പോകും. അപ്പൊ ഇതിന് കുഞ്ഞുങ്ങൾക്ക് പോലും ഇതിനകത്തൊരു വാസന വരും. കൊച്ചു പിള്ളേർ കള്ളപ്പം മേടിക്കാൻ ഉണ്ടാക്കി വെച്ച് അവിടെ വെച്ചേക്കുവാണെങ്കിൽ അമ്മച്ചി ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എന്ന് പറയും. കാരണം തിരുവചനം എന്നാ പറയാ, പാപം നിന്റെ വാതുക്കൽ കിടക്കുന്നു. അതിന്റെ ആഗ്രഹം ആരോടാ? ആഗ്രഹം ആരോടാ? നിന്നോടാ. ആഗ്രഹം ആരോടാ? നിന്നോടാ.
ഇയ്യോബ് അതാ പറഞ്ഞത്, ഞാൻ ഒരു കണ്ണുമായി എന്ത് ചെയ്തു? നിയമം ചെയ്തു. കണ്ണുമായി നിയമം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ സഹോദരിമാരെ നമുക്ക് ആ ലെവലിലേ കാണാൻ പറ്റത്തുള്ളൂ. കണ്ണുമായി നിയമമില്ലെങ്കിൽ കാണുന്ന സഹോദരി ഭാര്യയായിട്ടുള്ള ചിന്തയിലേക്ക് വരും. കണ്ണുമായിട്ട് നിയമം വന്നില്ലെങ്കിൽ അങ്ങനത്തെ പ്രശ്നമാണ്. കണ്ണുമായിട്ട് നിയമം വരുമ്പോൾ കാണുന്ന എല്ലാവരെയും നമ്മൾ സഹോദരി, തിമോഥെയോസിന്റെ ലേഖനത്തിൽ ഉണ്ട്, മൂത്ത സ്ത്രീകളെ എന്ത് ചെയ്യണം? അമ്മമാരെ പോലെയും. അങ്ങനെയല്ലേ എഴുതിയിട്ടില്ലേ? വാക്യൊന്ന് പൂരിപ്പിച്ചേ. മൂത്ത സ്ത്രീകളെ അമ്മമാരെ പോലെയും ഇളയ സ്ത്രീകളെ പൂർണ്ണ നിർമ്മലതയോടെ സഹോദരിമാരെ പോലെയും. അങ്ങനെ എഴുതിയേക്കുന്നത്. പൂർണ്ണ നിർമ്മലതയോടെ സഹോദരിമാരെ പോലെയും കാണണം. അതിനപ്പുറത്തോട്ട് വന്നാൽ എന്താകും? അശുദ്ധിയാകും. ഞാനിങ്ങനെ പ്രസംഗിച്ചാൽ ചിലർ കമന്റ് ഇടും, വെളിപ്പാട് പുസ്തകമല്ലേ, അതിനകത്ത് പിന്നെ ഇന്നെ ഇങ്ങനെയൊക്കെ വരും. ഇത് സന്ദർഭോചിതമായിട്ട് വരുന്ന വെളിപ്പാട് പുസ്തകം എടുത്തുകൊണ്ടിരിക്കുമ്പോഴല്ലേ ഇതൊക്കെ വന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ശ്രദ്ധിക്കണേ, സ്തോത്രം. അപ്പൊ ദാനിയേല് ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനാ. അതുകൊണ്ട് ദൈവം തമ്പുരാൻ തീരുമാനിച്ചു തന്റെ ദൂതനെ അയച്ച് ഭാവിയിൽ നടക്കുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യാം? അവനെ അറിയിക്കാമെന്ന്. ദൈവം തമ്പുരാൻ തീരുമാനിച്ചു ഭാവിയിൽ നടക്കുന്ന കാര്യങ്ങൾ അവനെ അറിയിക്കാമെന്ന് തീരുമാനിച്ചു. അതുപോലെ യോഹന്നാൻ കർത്താവിന്റെ മാറോട് ചേർന്നിരുന്ന പത്രോസിന് പോലും യോഹന്നാനോട് എന്തുണ്ടായിരുന്നു? അസൂയ ഉണ്ടായിരുന്നു. കാരണം ഒരു കാര്യം വന്നപ്പോ യോഹന്നാനെ തോണ്ടുക, നീ ഒന്ന് ചോദിരുന്നു. മനസ്സിലായില്ലേ? സ്തോത്രം, ഹല്ലേലൂയ. ദൈവമക്കളെ ശ്രദ്ധിക്കണേ, സ്തോത്രം, ഹല്ലേലൂയ. അപ്പോ യോഹന്നാൻ കർത്താവിന്റെ മാറോട് ചേർന്നിരുന്ന കർത്താവ് ഒരിക്കൽ പറഞ്ഞു, ഇവന്റെ കാര്യം എന്നാന്ന് ചോദിക്കുമ്പോ അവൻ ഞാൻ വരുവോളം ജീവിച്ചിരിക്കുന്നതിന് നിനക്കെന്താന്ന് പത്രോസിനോട് ചോദിച്ചില്ലേ? ചോദിച്ചു. സ്തോത്രം. അപ്പൊ അത്ര സ്നേഹം. അപ്പൊ ഈ ഭാവിയിൽ നടക്കുന്ന രണ്ട് കാര്യവും പഴയ നിയമത്തിലെ ഏറ്റവും പ്രിയ പുരുഷനായ ദാനിയേലിനോടും പുതിയ നിയമത്തിലെ ഈ വെളിപ്പാട്, പഴയ ദാനിയേൽ തന്നെയാ ഇതും കേട്ടോ. വെളിപ്പാടിൽ പറഞ്ഞിരിക്കുന്ന അനേക കാര്യങ്ങൾ, ദാനിയേലിൽ പറഞ്ഞിരിക്കുന്ന അനേക കാര്യങ്ങൾ വെളിപ്പാടിലുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ നമുക്ക് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിലേക്ക് വന്ന 8-9. ദാനിയേൽ പ്രവചനം 7:8-9. ഞാൻ ആ കൊമ്പുകളെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവയുടെ ഇടയിൽ മറ്റൊരു ചെറിയ കൊമ്പ് മുളച്ചു വന്നു. ആ ചെറിയ കൊമ്പ് മുളച്ചു വന്നു. അവനാണ് എതിർ ക്രിസ്തു. ചെറിയ കൊമ്പ് മുളച്ചു വന്നു. അതിനാൽ മുമ്പിലത്തെ കൊമ്പുകളിൽ 3 വേരോടെ പറഞ്ഞുപോയി. ഈ കൊമ്പിൽ മനുഷ്യന്റെ കണ്ണുപോലെ കണ്ണും വമ്പ് പറയുന്ന വായും ഉണ്ടായിരുന്നു. അതിന് വമ്പ് പറയുന്ന വായ. അപ്പൊ നമ്മള് വളരെ ശ്രദ്ധിക്കണം. നമ്മുടെ ഉള്ളിൽ നമ്മൾ വമ്പ് പറഞ്ഞാൽ നമ്മുടെ മേൽ വരുന്ന വ്യാപാരം എവിടുന്നാ? നമ്മുടെ മേൽ വരുന്ന വ്യാപാരം എന്താണ്? പൈശാചികമാണ്. നമ്മൾ രക്ഷിക്കപ്പെട്ടേച്ച് വന്നേച്ചും പണ്ട് നമ്മൾ അങ്ങനെ ആയിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് ഒത്തിരി പറയാതിരിക്കുന്ന നല്ലത്. അത് വമ്പായി പോവും. സ്തോത്രം, ഹല്ലേലൂയ. ചില ആളുകൾ, എൻ്റെ മോൻ കൊച്ചിലെ പറയായിരുന്നു, ഒരു കൊച്ചു ചെറുക്കൻ 18 വയസ്സുള്ള ഒരു ചെറുക്കൻ വന്നിട്ട് സാക്ഷ്യം പറഞ്ഞു, അവന് മീശ പോലും ശരിക്കും കിളത്തിട്ടില്ല, അവനെ ബോംബെ നഗരം കിട്ടുകിടാന്ന് പറപ്പിക്കുമായിരുന്നു. അതേതോ ഒരു സിനിമ ഉണ്ടായിരുന്നു, അപ്പം ബോംബെ നഗരം കിടുകിടാന്ന് പറപ്പിക്കുന്നത്. അപ്പൊ പുള്ളി വന്ന എനിക്ക് തോന്നുന്നു ആ സിനിമ ഇറങ്ങിയപ്പോഴല്ലോ ആയിരിക്കും ഇവൻ പറഞ്ഞതെന്നും അറിയത്തില്ല. എനിക്ക് അവനെ കണ്ടിട്ട് തന്നെ ഇതായി, സത്യം പറഞ്ഞാൽ പുച്ഛം തോന്നാൻ പാടില്ലാത്ത, പക്ഷെ വീമ്പ് പറയുന്നതുകൊണ്ട് കയ്യെ പിടിച്ചൊന്ന് ചുറ്റിച്ചൊരു കറക്ക് വിട്ടാൽ അങ്ങ് പോകാനുള്ളതേ ഉള്ളൂ. അവൻ പറയുകയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ ചില സഹോദരിമാരുണ്ടല്ലോ, എപ്പോഴും പഠിച്ചിട്ട് ഒരിക്കലും പരിജ്ഞാനം പ്രാപിക്കാത്ത ചില സഹോദരിമാർ ഹല്ലേലൂയ, ഈ പറയേണ്ടതിന് മാത്രം ഹല്ലേലൂയ പറഞ്ഞാൽ മതി കേട്ടോ, അല്ലാത്തതിനൊന്നും നമ്മൾ പറയരുത്. ഇതൊക്കെ ഏതെങ്കിലും ഒരു കാര്യം പറയേണ്ടതിന് നമ്മൾ ഹല്ലേലൂയ പറഞ്ഞാൽ മതി, പറയേണ്ടതിന് ആമയും പറഞ്ഞാൽ മതി. അല്ലാത്തതിന് പിന്നെ പ്രസംഗിക്കുമ്പോൾ നമ്മൾ പ്രസംഗം കേൾക്കുകയും ചെയ്യണം, ആരാധിക്കുമ്പോൾ ദൈവത്തെ ആരാധിക്കുകയും ചെയ്യണം. എന്തെങ്കിലും വെളിപ്പാട് ആർക്കെങ്കിലും ലഭിച്ചാൽ അത് പറയണം. അതെല്ലാം ഉള്ളതാ, പുസ്തകത്തിലുള്ളതാ ഇതെല്ലാം. അപ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സ്തോത്രം, ഇവൻ എന്ത് ചെയ്യാണ്? വമ്പ് പറയുക. സ്തോത്രം, ഹല്ലേലൂയ. നമ്മുടെ ചില ആളുകൾ വമ്പ് കാട്ടാറില്ലേ? ഉന്നത ഭാഗം കാട്ടാറില്ലേ? സ്തോത്രം, ഹല്ലേലൂയ. നമുക്ക് ഏതെങ്കിലും ഒരു ഫംഗ്ഷന് പോയാലും ഉള്ളതൊക്കെ അങ്ങ് ഇട്ടുകൊണ്ട് പോയാൽ മതി. പെണ്ണുങ്ങൾ എന്നോട് പിണങ്ങരുതേ, ഉള്ളതൊക്കെ അങ്ങ് ഇട്ടുകൊണ്ട് പോയാൽ മതി. എന്തിനാ നമ്മൾ ഇല്ലാത്ത പമ്പ് കാണിക്കുന്നത്? ഒരേ കളറും നല്ലതാട്ടോ, ഇനി ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. ഒരേ കളറും ഒരേ ഫാഷനും പ്രത്യേകം.
ചില ആളുകൾ ഒരു കല്യാണത്തിന്, ഓരോ കല്യാണം വന്നാലും ബർത്ത്ഡേ വന്നാലും എല്ലാം വന്നാലും തുണി എടുക്കണം. തുണിയിലാണ് കൈവശം കെട്ടിയിരിക്കുന്നത്. എടുക്കണമല്ല, അത് വമ്പല്ലേ? എന്നിട്ട് എത്ര നാള് പണിതാലാണ് ഇതിൻ്റെ കടം വീടുന്നത്? സ്തോത്രം. നിങ്ങളിത് മനസ്സിലാക്കണം. വൈവ് ക്ലാസ് ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുക്കണം. ആര് മൈൻഡ് ചെയ്തെന്നാണ്? നമ്മളൊരു 5000-ന്റെ ചുരിദാറോ അല്ലെങ്കിൽ സാരിയും കൊണ്ട് അവിടെ ചെല്ലുമ്പം 15,000-ന്റെ എടുത്തോണ്ട് വന്നോളൂ. നമ്മളെ കാണുമ്പോൾ 15,000-ന്റെ ജയലക്ഷ്മി പോയി ഞാൻ പഴയ കാലത്ത് സാരി എടുത്തത്, ഞാനൊരു 30,000 രൂപയുടെ സാരി കണ്ടു. അപ്പോൾ 10-20 വർഷം മുമ്പാ, 10-25 വർഷം മുമ്പാ. അപ്പൊ ഞാൻ അന്ന് അവരോട് ചോദിച്ചായിരുന്നു, ജയലക്ഷ്മി എറണാകുളത്ത് വലിയ കടയെന്ന്, ഇവിടെ സാരി എത്ര ലെവൽ വിലയുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു 1,00,000 രൂപ വിലയുള്ള സാരി അന്നുണ്ടെന്ന്. അന്ന് 1,00,000 രൂപ വിലയെന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഒരു 15 ലക്ഷം രൂപയെങ്കിലും വരും അന്നത്തെ കാലത്ത്. അപ്പം ഞങ്ങൾ കേട്ടപ്പോഴേ ഞെട്ടി. കാരണം വേണ്ട, ഒന്ന് കാണണ്ട. അവർ പറഞ്ഞ് കണ്ടിട്ട് പോയാൽ മതി. അന്നാ വിചാരിച്ചൊന്ന് കണ്ടിട്ട് പോകാമെന്ന്. അപ്പോൾ ഈ സാധനം ഒരു കുടലിനകത്തിട്ട് വെച്ചേക്ക. ഈ കുടൽ ഇത് കാശ് കൂട്ടാൻ വേണ്ടിയാട്ടോ, ഇതൊന്നും ആളുകൾ പിടിച്ച് ആ കുടലിനകത്തൊന്ന് കുട എടുക്കുന്ന പോലെ എടുത്തിട്ട് ഞങ്ങളെ കാണിച്ചു. അതൊക്കെ ഒന്ന് തൊട്ടൊക്കെ നോക്കി. എന്താണ് 1,00,000 രൂപ? അപ്പോൾ ഈ 30,000 രൂപയുടെ സാരി ആളുകൾ എടുക്കുന്ന ആരെന്ന് ചോദിച്ചപ്പം അവർ പറഞ്ഞു ചില സ്വർണ്ണക്കടകളുണ്ട് എറണാകുളത്തുള്ളത്, അവരുടെ ആളുകൾ വന്നാണ് ഈ 30,000-ന്റെ റേഞ്ച്. അന്നത്തെ 30,000 എന്ന് വെച്ചാൽ ഇന്നത്തെ 3 ലക്ഷത്തിനൊക്കെ മുകളിൽ പോകും. അപ്പം ഞാൻ പറഞ്ഞത്, നമ്മൾ 5,000-ന്റെ കൊണ്ട് ചെല്ലുമ്പോഴേ ഈ 30,000-ന്റെ ഇട്ടേക്കുന്നവള് ഒരു 3-4 പേര് വന്നിട്ടുണ്ടെങ്കിൽ അവർ നമ്മളെ പൈക്കൊക്കെയാണ് എന്നാ തൈമിഴം പറയുന്നല്ലോ, പൈത്യം എന്ന് പറയുന്ന പോലെ അത്രേ. പക്ഷെ നമ്മളിതേ പിടിച്ചെന്തോ ചെയ്തുകൊണ്ടിരിക്കുക, മനസ്സിലാക്കണം കേട്ടോ. അതുകൊണ്ട് ഉള്ളത് കടം മേടിച്ചൊന്നും ചെയ്യരുത്. ഉള്ളതും കൊണ്ട് അങ്ങ് പോയാൽ മതി. ഇപ്പോഴത്തെ കാലത്ത് നിങ്ങൾക്ക് ഒരു മർമ്മം മനസ്സിലാക്കണം, എന്തിട്ടാലും ഫാഷനാണ്. എന്ത് കാര്യം നമ്മൾ ഇട്ടാലും നമുക്കില്ലാഞ്ഞിട്ടല്ല, അത് ഫാഷനാന്ന് ഓർത്തോളൂ. ഇനി ഒരു മന്മലിന്റെ മന്മൽ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു, പഴയ തുണി. അതുകൊണ്ട് ഒരു ഷർട്ട് അടിച്ചിട്ട് പിന്നെ നല്ലത് ഇടണം കേട്ടോ, അല്ലെങ്കിൽ പിന്നെ അപ്പൊ അത് ഇടിച്ചിട്ടുകൊണ്ട് നമ്മൾ ചെന്നാലും എന്തോ ചെയ്യും, ഫാഷനാന്ന് പറയും. പിന്നെ ബാക്കിയുള്ളവനെല്ലാം അതേ തുടങ്ങും. ഇനി നാളെ ഞാൻ ഒരു പണി ചെയ്യുക, ഇവിടെ ഒരു കൈ ഇറക്കിയിട്ട് ഒരു കൈ ഇവിടെ വെട്ടിയും വെച്ചെന്ന് വെച്ചാൽ പകുതി. ഞാനൊരു എറണാകുളത്തോട് ഒന്ന് നടക്കാമെങ്കിൽ 50 പേരെങ്കിലും പിറ്റേ ദിവസം അതുപോലെ തയ്ക്കും. ഇങ്ങനെയൊക്കെ ഇതാ ഞാൻ പറഞ്ഞത്. എന്നാന്ന് ചോദിച്ചാൽ ഡംബ് നമ്മൾ കാണിക്കരുത്. ഡംബ് എവിടുന്ന് വരുന്നതാണെന്നറിയാമോ? എതിർ ക്രിസ്തുവിന്റെ വ്യാപാരം. താഴോട്ട് വായിച്ച നമ്മളെ വമ്പ് പറയുന്ന വായും ഉണ്ടായിരുന്നു. ഞാൻ നോക്കിക്കൊണ്ടിരിക്കെ അവർ ന്യായാസനങ്ങളെ വെച്ചു വയോധികനായ ഒരുത്തൻ ഇരുന്നു. വെളിപ്പാടിൽ കാണുന്ന കാര്യം തന്നെ ഇവിടെ പറയുന്നത്. യോഹന്നാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ വയോധികനായ ഒരുത്തൻ ഇരുന്നു. അവന്റെ വസ്ത്രം ഹിമം പോലെ വെളുത്തതും അവന്റെ തലമുടി നിർമ്മലമായ ആട്ടുരോമം പോലെയും. പിതാവായ ദൈവത്തിന്റെ ദർശനമാകട്ടോ. ഹല്ലേലൂയ. ദൈവത്തെ കുറിച്ചുള്ള ഒരു ദർശനം ആർക്ക് കിട്ടിയെന്നറിയാമോ? ദാനിയേലിന് കിട്ടി. പ്രിയമുള്ളവര്, നമ്മൾ ഇവിടെ കർത്താവിനെ കുറിച്ചാ പറയുന്നത്. ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ മധ്യത്തിലുണ്ട് കേട്ടോ. ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ മധ്യത്തിലുണ്ട്. സാന്നിധ്യം നമ്മൾ മനസ്സിലാക്കിയാ പോകുന്നത്. വയോധികനായ ഒരുവൻ ഇരുന്നു. വയോധികൻ എന്ന് പറയാൻ കാരണം എന്നാ? അവൻ എന്താ ആരംഭവും അവസാനവും ഇല്ലാത്തവൻ. ആരംഭമില്ലാത്തവൻ. ഓരോ നമ്മുടെ ഭൂഖണ്ഡങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പറഞ്ഞ് ഇത്ര കോടി വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായ എന്താണ് അഗ്നിപർവ്വത സ്ഫോടനം കൊണ്ടാണ് അവിടെ ഉണ്ടായെന്നൊക്കെ ഓരോ രാജ്യത്തെ കുറിച്ച് പറയാറുണ്ട്. ഇത്ര കോടി വർഷം. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ 100 വർഷം ജീവിച്ചിരുന്ന 36,500 ദിവസമാണ് നമ്മൾ ഈ ലോകത്ത് ജീവിക്കത്തുള്ളൂ. 100 വർഷം ജീവിച്ചാൽ നമ്മുടെ നമ്പർ ഓഫ് ഡേയ്സ് എന്ന് പറയുന്നത് 36,500 ദിവസം. സന്ധ്യയായി വിശുദ്ധമായി 1-ാം ദിവസം 36,500 ദിവസം കഴിയുമ്പോ അത് 100 വർഷം ആരിയ്ക്കാനാ? ഇപ്പൊ 60 കഴിഞ്ഞ പോലെ കോച്ചും കൊടുത്തും തുടങ്ങി. അപ്പോ ഈ ദൈവത്തെ കുറിച്ച് പറയുമ്പോ ഈ ഭൂമി ഉണ്ടാകുന്നതിന് മുമ്പ് എത്രയോ കോടി വർഷങ്ങളാ. പക്ഷെ നമ്മുടെ കർത്താവ് അതിനു മുമ്പേ ഉള്ളവനാ, സകലത്തിനും ലാക്കും കാരണഭൂതൻ. അതുകൊണ്ടാണ് വയോധികനായ ഒരുവൻ ഇരുന്നു. അവന്റെ വസ്ത്രം ഹിമം പോലെ വെളുത്തതും അവന്റെ തലമുടി നിർമ്മലമായ ആട്ടുരോമം പോലെയും അവന്റെ സിംഹാസനം അഗ്നിജ്വാലയും അവന്റെ രഥചക്രങ്ങൾ കത്തുന്ന തീയുമായിരുന്നു. ദൈവത്തെ കുറിച്ചുള്ള ദർശനം യോഹന്നാൻ കാണുക.
ഒരു അഗ്നി നദി അവന്റെ മുമ്പിൽ നിന്ന് പുറപ്പെട്ടു ഒഴുകി. 1000 പേർ അവന് ശുശ്രൂഷ ചെയ്തു. 10,000 പേർ അവന്റെ മുമ്പാകെ നിന്നു. ന്യായവിസ്താര സഭ ഇരുന്നു. പുസ്തകങ്ങൾ തുറന്നു. ന്യായവിസ്താര സഭ ഇരുന്നു. ഇതെല്ലാം നമ്മളൊന്ന് മനസ്സിലാക്കണം. ഇങ്ങനത്തെയൊക്കെ പരിപാടികളുണ്ട് പ്രിയമുള്ളവരെ. നമ്മുടെ ന്യായവിസ്താര സഭ ഇരിക്കുമ്പോൾ നമ്മളൊക്കെ ക്രിസ്തുയേശുള്ളവർക്ക് ശിക്ഷ ഇല്ലെങ്കിലും നമ്മളും വിസ്തരിക്കപ്പെടും. നമുക്ക് പ്രതിഫലത്തിന് വേണ്ടിയാ. എന്തെങ്കിലും ഒന്ന് ലഭിക്കാൻ തക്കവണ്ണം ചെയ്തില്ലെങ്കിൽ വല്ലതും കിട്ടുമോ? നമ്മുടെ കുഞ്ഞുങ്ങളുടെ പ്രോഗ്രാം ഈ പ്രാവശ്യത്തെ നല്ലതായിരുന്നു. നല്ല കാര്യം, അവരെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ അവർ ചെയ്തില്ലേ? അത്രയും ന്യൂനത നോക്കുന്നവർക്ക് ന്യൂനത കാണും. പക്ഷെ പറ്റുന്ന കാര്യം എന്താ ചെയ്യാ, അവര് നന്നായിട്ട് ചെയ്തു. പറ്റുന്ന കാര്യം ഓരോന്ന് ചെയ്തപ്പോൾ നമ്മുടെ പിള്ളേരുടെ താലത്ത് മനസ്സിലായില്ലേ? ഇവിടെ അനൗൺസ് ചെയ്തിരിക്കുന്ന കൊച്ചിനെ കെട്ടിച്ചതാണെന്നൊന്നും ഇതിനിടെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു, ഇനി കല്യാണം ആലോചിക്കാൻ വേണ്ടി. അപ്പൊ അതിനിടയില് കാരണം അപ്പൊ അത്രയും താലന്ത് കാണിച്ചത് കൊണ്ടല്ലേ മനസ്സിലായത്. അപ്പം നമ്മുടെ കഴിവുകള്, സ്തോത്രം, നമ്മൾ ദൈവത്തിന് വേണ്ടി പ്രവർത്തിച്ചത്, സ്തോത്രം, അത് എന്നെല്ലാം പ്രതിഫലമുണ്ട്. അതിനു വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് പറയുന്നത്. മറ്റുള്ളവർ ചെയ്യുന്ന നോക്കിയാൽ നമുക്ക് എന്താ കിട്ടാനാ? പാസ് മാർക്ക് പോലും കിട്ടുമോ? സ്തോത്രം. ശ്രദ്ധിക്കണേ, നമ്മുടെ ഓട്ടം സ്ഥിരതയോടെ ഓടണം. സ്തോത്രം. ഹല്ലേലൂയ. വായിച്ചോ മോളെ. സ്തോത്രം. കൊമ്പ് സംസാരിച്ച വലിയ വാക്കുകളുടെ ശബ്ദം. ഈ കൊമ്പെന്ന് പറയുമ്പോ എതിർ ക്രിസ്തുവിന്റെ ആണ്. അതാ പറഞ്ഞ ദാനിയേലുമായിട്ട് ചേർത്ത് 20 വാക്യങ്ങൾ വായിച്ചു. ദാനിയേൽ 7:20 മുതൽ. അതിന്റെ തലയിലുള്ള 10 കൊമ്പുകളെ കുറിച്ചും മുളച്ചു വന്നതും 3 കൊമ്പ് വീഴിച്ചതും കണ്ണും വമ്പു പറയുന്ന വായു ഉള്ളതും കൂട്ടുകൊമ്പുകളേക്കാൾ കാഴ്ചയ്ക്ക് വണ്ണമേറിയതുമായ മറ്റേ കൊമ്പിനെ കുറിച്ചും ഉള്ള വിവരം അറിവാൻ ഞാൻ ഇച്ഛിച്ചു. ദാനിയേൽ ഇച്ഛിച്ചു. എതിർ ക്രിസ്തുവിനെ കുറിച്ചുള്ള കാര്യം അവനത് മനസ്സിലാകുന്നില്ല. ബെൽഷസർ രാജാവിന്റെ 1-ാം ആണ്ടിലാണ് ദാനിയേലിന് ഇത് വെളിപ്പെട്ടത്. ഈ ഒരു ദർശനം അവന് വെളിപ്പെട്ടത്. നെബൂഖദ്നേസറിന്റെ കാലം കഴിഞ്ഞു, ബെൽഷസറിന്റെ കാലത്താണ് വെളിപ്പെട്ടത്. അവൻ ആഗ്രഹിച്ചു. വായിച്ചോ. വയോധികനായവൻ വന്ന് അത്യുന്നതനായവന്റെ വിശുദ്ധന്മാർക്ക് ന്യായാധിപത്യം നൽകുകയും വിശുദ്ധ രാജ്യത്വം കൈവശം. വളരെ ശ്രദ്ധിച്ചേ, അത്യുന്നതനായവൻ വന്ന്, അതുകൊണ്ടാണ് പറഞ്ഞ യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ചു നോക്കണമെന്ന. നമുക്ക് രാജാധികാരം കിട്ടുമെന്നൊക്കെ അറിഞ്ഞാൽ ഇത് എവിടെ എഴുതിയേക്കുന്നൊക്കെ നമ്മൾ ചോദിക്കും. അത്യുന്നതനായൻ വന്ന്, വളരെ ശ്രദ്ധിച്ച് വായിക്കണം, വിശുദ്ധന്മാർക്ക് ന്യായാധിപത്യം നൽകുകയും. ന്യായാധിപത്യം, വിശുദ്ധന്മാർക്ക് ന്യായാധിപത്യം എന്ന് പറഞ്ഞാൽ ന്യായവിധി നടത്താനുള്ള അധികാരം, ദേശത്തെ വിധിക്കാനുള്ള കാര്യം. അതുകൊണ്ടാണ് കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞത്, നിങ്ങൾ ഇസ്രായേൽ ഗോത്രം 12 സിംഹാസനത്തിൽ ഇരുന്ന് ഇസ്രായേൽ ഗോത്രം 12 എന്ത് ചെയ്യും? ന്യായം വിധിക്കുമെന്ന് പറഞ്ഞത്. അധികാരം നൽകും. ഇവിടെ നമ്മളെ ആരും മാനിച്ചില്ലേലും, ഇവിടെ ആരും ഗവനിച്ചില്ലേലും നമ്മളെ അവിടെ ചെല്ലുമ്പോൾ അധികാരം ലഭിക്കും. ലാസർ, ഉയർത്തെഴുന്നേറ്റ ലാസറിനെ ന്യായം ചെയ്യുമ്പോൾ അവൻ നിന്നില്ലേ? അവരെ ധനവാന്മാരായ സഹോദരന്മാരെ അവരെല്ലാം ഇവന്റെ മുമ്പിൽ നിൽക്കേണ്ടി വരും. അങ്ങനത്തെ മർമ്മമൊന്ന് മനസ്സിലാക്കി. ലാസറിന് ദൈവം ഒരു സ്ഥാനം കൊടുക്കുവാണെങ്കിൽ പറയും, ഇന്ന ഗ്രാമത്തിൽ, ഞാൻ വളർന്ന ഗ്രാമത്തിന്റെ അധിപനായിട്ടിരുന്നാ മതി എന്ന് പറഞ്ഞാലോ. അപ്പോ അന്നുണ്ടായിരുന്ന ഇവരെ എല്ലാം ന്യായം വിധിക്കുമ്പോൾ അവനും ഉണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ഇതെല്ലാം നല്ല അർത്ഥത്തിൽ എടുത്താൽ മതി കേട്ടോ. ന്യായാധികാരം. അപ്പൊ നിങ്ങൾക്ക് ഏത് സ്ഥലമാണ് വേണ്ടിയെന്ന് പറഞ്ഞു കർത്താവ്. ആ ദേശം ന്യായം വിധിക്കാനുള്ള അധികാരം, നമ്മളെ ഓടിച്ചു വിട്ട സ്ഥലം, അവിടെയൊക്കെ നമുക്ക് ഒരു ന്യായവിധിയുടെ അധികാരം ലഭിക്കാന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. സ്തോത്രം. താഴ്ത്തു വായിച്ചു. അത്യുന്നതനായവന്റെ വിശുദ്ധന്മാർക്ക് ന്യായാധിപത്യം നൽകുകയും വിശുദ്ധന്മാർ രാജ്യത്വം കൈവശമാക്കുന്ന കാലം വരികയും ചെയ്യുമ്പോൾ. ഒന്ന് സ്തോത്രം ചെയ്തേ. ഹല്ലേലൂയ. വിശുദ്ധന്മാർ എന്ത് കൈവശമാക്കും? രാജ്യത്വം രാജ്യത്വം. കേട്ടോ. ഇപ്പൊ ഞെരുക്കവും കടവും ബുദ്ധിമുട്ടും ഭാരവും ഒക്കെ ഉണ്ടെങ്കിലും ഭാരപ്പെടണ്ട. സ്തോത്രം. നമ്മൾ എന്ത് ചെയ്യും? രാജ്യത്വം അവകാശമാക്കാനുള്ളവരാ. രാജ്യത്വം അവകാശമുള്ളവരാ. നിനക്കെന്നാ വിലയെന്ന് ചിലപ്പോൾ ആളുകൾ ചോദിക്കും. നമ്മളോട് ചോദിക്കും, നിനക്ക് എന്തോ ഉണ്ട്, നിനക്കെന്നാ മാന്യത, നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ, വിദ്യാഭ്യാസം ഉണ്ടോ, ഏതെങ്കിലും കാര്യം ഉണ്ടോ എന്ന് നിന്നോട് ചോദിച്ചാലും നിനക്ക് ഭാരപ്പെടേണ്ട കാര്യമില്ല. എന്താണെന്നറിയാമോ? സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ രാജ്യത്വം ലഭിക്കാനുള്ളവരാ, രാജ്യത്വം പ്രാപിപ്പാനുള്ളവരാ. അതുകൊണ്ടാണ് പൗലോസ് ഇങ്ങനെ പറഞ്ഞത്,
ഞാൻ മുമ്പിലുള്ള ലാക്കിലേക്ക് ഓടുക്കുകയാണ്. പിടിക്കാമോ എന്ന് വിചാരിച്ച് പിമ്പിലുള്ളത് മറന്നു. പിടിക്കാമോ എന്ന് വിചാരിച്ച് എന്ത് ചെയ്യുക? ഓടുക. കാരണം അവന് ലഭിക്കുന്ന ഒരു പദവിയെ കുറിച്ച് അവന് മനസ്സിലായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ വളരെ ഒന്ന് ശ്രദ്ധിക്കണേ. നമുക്കൊരു പദവി ലഭിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല കേട്ടോ. ഞാൻ മദ്രാസിലെ അമേരിക്കൻ എംബസി കൺസുലേറ്റിൽ പോയപ്പോൾ ആദ്യം പോയപ്പോൾ വിസ അടിച്ചില്ല. രണ്ടാമത് വിസ ഒന്ന് അടിച്ചു കിട്ടിയപ്പോഴത്തേക്ക് മനസ്സിലെ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ, അമേരിക്കൻ വിസ നമ്മുടെ പാസ്പോർട്ടിലോട്ട് അടിച്ചു. എന്ത് കാര്യം, ഇവിടെ പോകാനൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. എന്നാലും നമ്മുടെ ഉള്ളിൽ ആ വിസ അടിച്ചു എന്നുള്ള ഒരു കാര്യം വന്നപ്പം അതിൻ്റെ ഉള്ളിലൊരു സന്തോഷം. അമേരിക്കൻ വിസ ഉണ്ടായിരുന്നുള്ള ഗുണമെന്ന് വെച്ചാൽ ഏത് വിസയും അടിക്കും. കാരണം അവർ സ്ക്രീൻ ചെയ്തവരെ പിന്നെ കൂടുതൽ സ്ക്രീൻ ചെയ്യേണ്ട കാര്യമില്ല. ഈ പ്രാവശ്യം എൻ്റെ പുതുക്കാൻ നേരത്ത് ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഫേസ്ബുക്ക് ID വരെ അവർ മേടിച്ചു, എൻ്റെ വാട്സപ്പ് ID മേടിച്ചു, ഇൻസ്റ്റഗ്രാം ഇല്ല എനിക്ക്. എന്തെല്ലാം ഉണ്ടോ അതെല്ലാം അന്വേഷിച്ചു. കാരണം നമ്മൾ അതിനകത്ത് എന്തെങ്കിലും കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ വിസ കിട്ടത്തില്ല. ഞാൻ പറഞ്ഞത്, അങ്ങനെയെങ്കിൽ ദൈവം നമുക്കൊരധികാരം, രാജ്യത്വം തരുന്ന അനുഭവത്തെക്കുറിച്ച് ചിന്തിച്ച്, ദൈവം നമുക്ക് തരുന്ന രാജ്യത്വത്തെ കുറിച്ചൊന്ന് ചിന്തിച്ച്, അത് മനസ്സിലാക്കിയാൽ പിന്നെ പിള്ളേർ ജോലിക്കൊന്നും പോകത്തില്ല. ഏറ്റവും വലിയ കാര്യം ഇതായിട്ട് എന്ത് ചെയ്യും? കാണും. കാരണം ഇവിടുത്തെ സ്ഥാനം, ഒരുത്തൻ ജോലി ചെയ്താൽ എത്ര നാൾ ചെയ്യും? 10, 30 വർഷം, 35 വർഷത്തിൽ കൂടുതൽ ജോലിയൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ജോലി ചെയ്യുന്നതിനൊരു പ്രമാണം വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം വായിച്ചപ്പോഴാണ് മനസ്സിലായത്, ലേവ്യര് ശുശ്രൂഷ തുടങ്ങേണ്ടത് എപ്പോഴാന്ന് മനസ്സിലാണെന്നറിയാമോ? 25-ാമത്തെ വയസ്സിൽ, പഴയ നിയമത്തില് ലേവ്യൻ 25-ാമത്തെ വയസ്സിൽ സമാഗമന കൂടാരത്തിന്റെ വേലയ്ക്കിറങ്ങണം. 50-ാമത്തെ വയസ്സിൽ അവൻ വേലയിൽ നിന്ന് എന്ത് ചെയ്യണം? പിന്മാറണം. 50-ാമത്തെ വയസ്സ് കഴിഞ്ഞാൽ പിന്നെ അവന് എന്തോ ചെയ്യാൻ പറ്റത്തില്ല. ഇതെല്ലാം ചുമന്നുകൊണ്ടും എടുത്തുകൊണ്ടും വരാനും, വെള്ളം, ആലയത്തിന് വേണ്ടുന്ന വെള്ളവും, ഇതിന്റെ മേധസ് കഴുകാനുള്ള വെള്ളവും ഒക്കെ ചുമക്കാനുള്ള ആരോഗ്യം എന്ത് ചെയ്യും? പോകും. ദൈവം തമ്പുരാൻ അതുകൊണ്ട് 50 വർഷം വയസ്സായി കഴിഞ്ഞാൽ ലേവ്യന് അവന്റെ സമാഗമന കൂടാരത്തിലെ വേലയിൽ നിന്ന് എന്ത് ചെയ്യാം? മാറാം. സ്തോത്രം. എന്നുവെച്ചാൽ പുതിയ നിയമത്തിൽ അങ്ങനെ ഇല്ല കേട്ടോ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ നമുക്കൊരു ജോലി ഉണ്ടെങ്കിലും അത്രയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ ഞാൻ പറഞ്ഞത്. അത്രയും വർഷമൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതേസമയം നമ്മൾ ദൈവത്തിന് വേണ്ടി നിന്നാലോ യുഗായുഗമായി നമുക്ക് നിൽപ്പാൻ കഴിയും. താഴോട്ട് വായിച്ചേ, പെട്ടെന്ന് വായിച്ചേ. വിശുദ്ധന്മാർ രാജ്യത്വം കൈവശമാക്കുന്ന കാലം വരികയും ചെയ്യുവോളം ആ കൊമ്പ് വിശുദ്ധന്മാരുടെ യുദ്ധം ചെയ്ത്, ആ കൊമ്പ് വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്യും. അവരെ ജയിക്കുന്നത് ഞാൻ കണ്ടു. അനേകരെ കൊല്ലും. വെളിപ്പാട് പുസ്തകം നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്ന പോലെ ഈ കൊമ്പാണ് എതിർ ക്രിസ്തു. അവൻ അതിന്റെ വിശുദ്ധന്മാരെ എന്ത് ചെയ്യും? ജയിക്കും. വിശുദ്ധന്മാരെ ജയിക്കും. അവൻ ജയിക്കും. ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഇപ്പൊ നിങ്ങൾ എത്ര പേര് മനസ്സിലാക്കിയെന്ന, ചൈനയിൽ വീണ്ടും വൈറസ് ഇറങ്ങിയെന്നാ പറഞ്ഞേ. അനേകര് മരിക്കുക എന്നാ പറഞ്ഞേ. കോവിഡിനേക്കാളി വലുത്. ഇനി എന്തോ വാക്സിനാ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. 3 ദേഹത്തോട്ട് കയറ്റിയിട്ടുണ്ട്, അടിച്ചു കയറ്റിയിട്ടുണ്ട്. ഇനിയും അവര് വാർത്ത പുറത്തോട്ട് വിടുന്നില്ലെന്നാ പറയുന്നത്. അവര് പറഞ്ഞതിന് ഒരു കാര്യം അവര് പറഞ്ഞു, തണുപ്പ് കൂടിയത് കൊണ്ടുള്ള ശ്വാസം മുട്ടലും ഇതുവാണെന്നാണ് അവരിപ്പോ പറയുന്നത്. തണുപ്പിന്റെ കൂടുതൽ കൊണ്ടാ, അല്ലാതെ വേറെ ഞങ്ങൾക്ക് ഒരു പ്രശ്നവും ഇല്ലെന്ന്. എന്താ മെയിൻ കാരണമെന്നറിയാവോ? അവിടെ ഇന്നും പെന്തക്കോസ് ദൈവിക ക്രിസ്തീയ സഭകളുണ്ട്. അണ്ടർഗ്രൗണ്ടിൽ ഇവന്മാരെ പേടിച്ചിട്ട് അവര് ആയിരിക്കുക. അപ്പൊ അവന്മാരെ പേടിപ്പിക്കുമ്പോൾ അവന്മാരെ, ഈ പേടിപ്പിക്കുന്നവരെ പേടിപ്പിക്കാൻ ദൃശ്യം പോലും അല്ലാത്ത, ദൃശ്യമാകാത്ത അണുവിനെ കൊണ്ട് ദൈവം തമ്പുരാൻ എന്ത് ചെയ്യുക? നിങ്ങൾ അതിന്റെ മർമ്മം മനസ്സിലാക്കി. കാണാൻ പോലും പറ്റാത്ത അണുവിനെ കൊണ്ട് എന്ത് ചെയ്യുകയാണ്? കാണാൻ പറ്റാത്ത അണുവിനെ കൊണ്ട് അവന്മാരെ പേടിപ്പിക്കുക, പേടിച്ചിരിക്കുക അവരെന്നിട്ട് പറയാ, നിങ്ങൾക്കൊക്കെ ഞങ്ങളുടെ നാട്ടിലോട്ട് വരാമെന്ന്. എന്ന് വെച്ചാൽ ഇത് ഫ്രീ ആയിട്ട് തന്നുവിടാമെന്ന്. നിങ്ങൾക്ക് ഞങ്ങളുടെ നാട്ടിലോട്ട് വരുന്നതിന് ഒരു കുഴപ്പമില്ലെന്ന് വിദേശകാര്യ പറഞ്ഞെന്ന്. ഇനി ഭയമുള്ളവൻ പോവുമോ അങ്ങോട്ട്? അങ്ങനെ പോയാ ഈ നാട് മുഴുവൻ ഇതെന്ത് ചെയ്തത്? പരന്ന് നമ്മുടെ നാട്ടിലും ഒക്കെ വന്നത്. നമ്മുടെ സഭയിലെ 2 സഹോദരിമാരുടെ ഭർത്താക്കന്മാർ, ആങ്ങളമാര് കോവിഡ് വന്ന് മരിച്ചു. കോവിഡിന്റെ സമയത്ത് ഒന്ന് നമ്മുടെ കുഴിക്കാട്ട് മേരിക്കുഞ്ഞിന്റെ ആങ്ങള മരിച്ചു. ഓമനാമ്മ, വട്ടവിൽ ഓമനാമ്മയുടെ ആങ്ങള മരിച്ചു. കോവിഡാ. ആർക്കെങ്കിലും കാണാൻ പോലും പറ്റുമായിരുന്നു? പള്ളി ദൂരത്ത് പോയി നിന്ന് കണ്ടു. ആങ്ങളെയാ. ഒരു അന്ത്യചുംബനം കൊടുക്കാൻ പോലും പറ്റിയില്ല.
നിങ്ങൾ ആ ഭയാനകം ഒന്ന് ചിന്തിച്ച്. ആംഗ്ലപെങ്ങന്മാരെന്നുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഭയങ്കര ഒരു സ്നേഹമാണ്. പക്ഷെ കോവിഡ് വരുമ്പോൾ എന്തോ ബന്ധം? ഒരു ബന്ധവും ഇല്ല. അപ്പോൾ സ്തോത്രം, നമ്മൾ ചിന്തിക്കണേ, എന്തുകൊണ്ടാണ് അവിടുന്ന് തന്നെ ഉത്ഭവിക്കുന്നത്? ദൈവത്തെ അവർ വിശ്വസിക്കുന്നില്ല. അവരുടെ മസിൽ പവർ കൊണ്ടാണ് അവർ ജയിക്കുന്നതെന്ന് പറയുക. സ്തോത്രം, ദൈവം തമ്പുരാൻ സ്തോത്രം, എല്ലാവരുടെയും അഹങ്കാരികളുടെ രോമമുള്ള നെറുകെ അവൻ എന്ത് ചെയ്യും? തകർത്ത് കളയും. സ്തോത്രം, ഹല്ലേലൂയ. ദൈവമക്കളെ ശ്രദ്ധിക്കണമേ. താഴോട്ട് വേഗം വായിച്ചു, ഒരു വാക്യം കൂടെ വായിച്ച് അവസാനിപ്പിക്കും. അവൻ പറഞ്ഞതോ, നാലാമത്തെ മൃഗം ഭൂമിയിൽ നാലാമതായി ഉത്ഭവിപ്പാനുള്ള രാജ്യം തന്നെ. അത് സകല രാജ്യങ്ങളിലും വെച്ച് വ്യത്യാസമുള്ളതായി സർവ്വഭൂമിയും തിന്ന് ചവിട്ടി തകർത്ത് കളയും. സർവ്വഭൂമിയും തിന്ന് ചവിട്ടി തകർത്ത് കളയും അവൻ. അവന്റെ അണ്ടറിലാക്കും അവൻ. സ്തോത്രം. അടുത്തത്, ഈ രാജ്യത്തു നിന്നുള്ള 10 കൊമ്പുകളോ എഴുന്നേൽപ്പാനിരിക്കുന്ന 10 രാജാക്കന്മാരാകുന്നു. മനസ്സിലായോ? സ്തോത്രം. ഇവിടുന്ന് 10 കൊമ്പ് എന്ന് പറയുന്നത് എഴുന്നേക്കാനിരിക്കുന്ന 10 രാജാക്കന്മാർ. നമ്മുടെ അത് തന്നെ വെളിപ്പാട്ടിലേക്ക് വന്നേ 17:12 രണ്ടും കൂടെ ഒത്തുവരുന്നത് കണ്ടോ? സ്തോത്രം. നീ കണ്ട 10 കൊമ്പ് 10 രാജാക്കന്മാർ കേട്ടോ. സ്തോത്രം. ഇപ്പൊ യോഹന്നാനും കണ്ട് 10 കൊമ്പ്, ദാനിയേലും കണ്ട് 10 കൊമ്പ്. ഈ 10 കൊമ്പെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, യൂറോ പോലെ 10 രാഷ്ട്രീയ ആളുകളായിരിക്കും. രാജ്യങ്ങളെല്ലാം കൂടെ ചേർന്ന് ഒന്നിച്ച് നിൽക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞു ബ്രിട്ടൻ അതിൽ നിന്നൊക്കെ മാറിയെന്ന്. അപ്പൊ ആ രാജ്യത്വങ്ങളെല്ലാം കൂടെ എഴുന്നേറ്റ് ഒരേ നാണയം മതി എന്ന് പറയും. ഇപ്പോൾ ലോകത്തെ ഏറ്റവും വലിയ നാണയമായിട്ട് വില കൂടുതലുള്ളത് കുവൈറ്റ് ദിനാറിനാണെങ്കിലും ലോകം അംഗീകരിക്കുന്നത് അമേരിക്കൻ ഡോളറാണ്. അമേരിക്കൻ ഡോളർ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി രാജ്യങ്ങളൊക്കെ പയറ്റാൻ തുടങ്ങി. എണ്ണ മേടിക്കുന്ന ഡോളറിലാണ് വില കൊടുക്കുന്നത്. അപ്പൊ അത് മാറ്റാൻ വേണ്ടി ഇപ്പം ട്രംപ് പറഞ്ഞു എല്ലാത്തിനും ശരിയാക്കുമെന്ന് പറഞ്ഞു. അതുപോലെ ഇവർ കൂടിയിട്ട് ഒരേ നാണയമാകും എന്ന് വെച്ചാൽ ഈ 10 രാജാക്കന്മാരെന്ന് പറഞ്ഞാൽ സ്തോത്രം 10 രാഷ്ട്രീയ നേതാക്കന്മാരായിരിക്കും. ഈ 10 രാജാക്കന്മാര് പിശാചിനാൽ എന്ത് ചെയ്യുന്നവരാണ്? ബാധിക്കപ്പെടുന്ന, കൺട്രോൾ ചെയ്യുന്ന, അവന്റെ അധികാരത്തിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, രാഷ്ട്രീയ നേതാക്കന്മാർ അവരവരുടെ അവസരത്തിന് വേണ്ടി മാത്രം, വോട്ടിന് വേണ്ടിയാ പറയുന്നത്. ഇപ്പൊ രാഷ്ട്രീയക്കാരെ, ഇപ്പോ ഞാൻ പേരെടുത്ത് പറയുന്നില്ല, ഒരു കൺവെൻഷന് രാഷ്ട്രീയക്കാരൻ ഒരാളെയാണ് കൺവെൻഷൻ പ്രാസംഗികനായിട്ട് വിളിച്ചേക്കുന്നത്. രാഷ്ട്രീയക്കാരനെ ഒരു സഭ, ഒരു സംഘടന രാഷ്ട്രീയക്കാരനെയാണ് പ്രസംഗിച്ചേക്കുന്നത്. കാരണം നല്ല പ്രാസംഗികനാണ്, രാഷ്ട്രീയക്കാരനെയാണ്. രാഷ്ട്രീയക്കാരന്റെ മേൽ വ്യാപരിക്കുന്ന ആത്മാവേദ, അവന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവീയ ആത്മാവല്ല. രാഷ്ട്രീയം എന്ന് പറയുന്നത് പൊളിറ്റിക്സാ. സ്തോത്രം. ഒരിക്കലും ദൈവാത്മാവ് പ്രവർത്തിക്കത്തില്ല. കാരണം ദൈവാത്മാവ് പ്രവർത്തിക്കണമെങ്കിൽ അവൻ അത് വിട്ടേച്ച് എന്ത് ചെയ്യണം? കർത്താവിനെ പിൻപറ്റണം. കർത്താവിനെ, സ്തോത്രം, ഹല്ലേലൂയ. ഇനി അടുത്തൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. വചനം ഇങ്ങനെ പറയുന്നുണ്ട്, അധികം ശിക്ഷാവധി വരാതിരിക്കേണ്ടതിന് നിങ്ങളിൽ അനേകർ എന്ത് ചെയ്യരുത്? ഉപദേഷ്ടാക്കന്മാര് ആകരുത്. യാക്കോബിന്റെ ലേഖനത്തിലല്ലേ പറഞ്ഞേക്കുന്നത് അധികം ശിക്ഷാവധി. ഞാനിത് പ്രസംഗിച്ചു ഞാൻ കൊള്ളരുതാത്തവനായി പോയാല് എനിക്ക് ശിക്ഷാവധി കൂടുതലാ. അതുകൊണ്ടാണ് പൗലോസ് ഒരിക്കൽ പറഞ്ഞു, ഞാൻ പ്രസംഗിച്ചിട്ട് കൊള്ളരുതാത്തവനായി തീരാതിരിക്കേണ്ടതിന് ഞാൻ എന്നെ തന്നെ എന്ത് ചെയ്യുന്നു? ദണ്ഡിപ്പിച്ച് അടിമയാക്കുന്നു. എന്നെ തന്നെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുന്നു എന്ന് വെച്ചാൽ അവൻ ഉപവാസം എടുത്തതിന്റെ മെയിൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ തന്നെ തന്നെ ദണ്ഡിപ്പിക്കുക. കാരണം അവന്റെ ജഡ ഉയരരുത്, ജഡ ഉയരരുത്. സ്തോത്രം, ഹല്ലേലൂയ. ഒരു 21 ദിവസം ഉപവാസം എടുത്തേച്ച് ആരോടെങ്കിലും ദേഷ്യപ്പെടാൻ പറ്റുമോ? കാരണം നിന്നിട്ട് വേണ്ട ദേഷ്യപ്പെടാൻ. പൗലോസ് എന്ത് ചെയ്തു? തന്നെ തന്നെ എന്ത് ചെയ്യുക? ദണ്ഡിപ്പിച്ചടിമയാക്കുക. പ്രിയമുള്ളവരെ ശ്രദ്ധിക്കണമേ, നമ്മുടെ ലക്ഷ്യം നിത്യതയാണ്. നമ്മൾ ഈ വചനം പഠിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ നമ്മൾ കർത്താവിനോടൊപ്പം ആയിരിക്കും. അപ്പം അത് അടുത്ത ആഴ്ച നമുക്ക് ചിന്തിക്കാം. ഈ സമയം നമ്മൾ ഈ വചനം പഠിക്കുന്നെന്നുള്ളതേ ഉള്ളൂ. എന്താണ്? സ്തോത്രം, ഹല്ലേലൂയ. വചനം പഠിക്കുന്നെന്നുള്ളതേ ഉള്ളൂ. ഇതിനപ്പുറത്തോട്ടുള്ള കാര്യങ്ങള് സ്തോത്രം ദൈവമാണ് നടത്തുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ട് നിത്യതയാണ് വലുത്. നാളത്തെ ആരാധനയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആരും അലസരാകാതെ എല്ലാവരും തക്ക സമയത്ത് കടന്നു വരേണ്ടതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം.